ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് BSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം മറ്റ് ഡിസിപ്ലിൻസിലുള്ള കുട്ടികൾക്ക് ഓഫർ ചെയ്യുന്ന മൈനേഴ്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് മേജർ ഡിസിപ്ലിനായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഈ മൈനേഴ്സ് ഒന്നും ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മറ്റുള്ള സബ്ജക്ട്സ് മേജറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതായത് സയൻസ് സ്ട്രീമിലുള്ള മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോകെമിസ്ട്രി, പിന്നെ അല്ലാതെ കോമേഴ്സ് സ്റ്റുഡൻസ്, എക്കണോമിക്സ് സ്റ്റുഡൻസ്, അങ്ങനെ വേറെ ഡിസിപ്ലിൻസ് പഠിക്കുന്ന കുട്ടികൾക്കാണ് BSc സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഈ മൈനേഴ്സ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഒരുപാട് മൈനേഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ സിലബസിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ ഡിസിപ്ലിൻ പഠിക്കുന്ന കുട്ടിക്കും ഏത് മൈനറാണ് പ്രിഫറബിൾ ആയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് ഓരോ സബ്ജക്ട്സ് ആയിട്ട് നോക്കാം. സിലബസിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ദ മൈനർ കോഴ്സസ് ഗിവൺ ബിലോ ഷുഡ് നോട്ട് ബി ഓഫർഡ് ടു ദ സ്റ്റുഡൻസ് ഹു ഹാവ് ടേക്കൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ മേജർ ഡിസിപ്ലിൻ. മേജർ ഡിസിപ്ലിൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് എടുത്ത കുട്ടികൾക്ക് ഈ മൈനേഴ്സ് ഒന്നും എടുക്കാൻ പറ്റില്ല. ദേ ഷുഡ് ബി ഓഫർഡ് ടു സ്റ്റുഡൻസ് ഫ്രം അതർ മേജർ ഡിസിപ്ലിൻ ഓൺലി. മറ്റ് ഡിസിപ്ലിൻ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ മൈനേഴ്സ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇനി ഓരോ മൈനേഴ്സ് ഏതാണെന്ന് നോക്കാം. അതുപോലെ അത് പ്രിഫറബിൾ ആയിട്ടുള്ള ഏത് കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു ടൈറ്റിലാണ്. ഈ ഒരു സബ്ജക്റ്റ് സ്യൂട്ടബിൾ ആവുന്നത് അല്ലെങ്കിൽ പ്രിഫറബിൾ ആകുന്നത് മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോകെമിസ്ട്രിയോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡേറ്റ സയൻസ് ആണ്. ഇനിയിപ്പോൾ സെക്കൻഡ് സെമ്മിൽ പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി തിയറി 1 ആണ്. തേർഡ് സെമസ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് യൂസിങ് R പ്രോഗ്രാം. അപ്പോൾ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ എല്ലാ സെമസ്റ്റേഴ്സിലും ഒരുപോലെ തന്നെയാണ്. ഇൻറ്റേർണലിന് 30 മാർക്സ്, എക്സ്റ്റേർണലിന് 70 മാർക്സ്, അപ്പോൾ ടോട്ടൽ 100. ഇനി രണ്ടാമത്തെ മൈനർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജീസ് ഇൻ ഡേറ്റ സയൻസ് ആണ്. ദിസ് ഈസ് പ്രിഫറബിൾ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇലക്ട്രോണിക് സ്റ്റുഡൻസ്. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചത് ഇൻട്രൊഡക്ടറി സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് R ആണ്. ഇനി സെക്കൻഡിൽ പഠിക്കാൻ പോകുന്നത് റിഗ്രഷൻ ആൻഡ് പ്രോബബിലിറ്റി തിയറി. തേർഡ് സെമസ്റ്ററിൽ റാൻഡം വേരിയബിൾസ് ആൻഡ് CART. ഇനി സൈക്കോളജി സ്റ്റുഡൻസിന് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു മൈനറാണ് ബിഹേവിയറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഇതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, രണ്ടാമത്തെ സെമസ്റ്ററിൽ ഇൻട്രൊഡക്ഷൻ ടു പ്രോബബിലിറ്റി, മൂന്നാമത്തെ സെമസ്റ്ററിൽ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അടുത്തത് ലൈഫ് സയൻസ് സ്റ്റുഡൻസിന് പ്രിഫറബിൾ ആയിട്ടുള്ള മൈനറാണ് ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ഓഫർ ചെയ്തത് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇനി രണ്ടാമത്തെ സെമസ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് 1, മൂന്നാമത്തെ സെമസ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് 2. അടുത്തത് സോഷ്യൽ സയൻസ് സ്റ്റുഡൻസിന് പ്രിഫറബിൾ ആയിട്ടുള്ള മൈനറാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ സോഷ്യൽ ഡേറ്റ അനാലിസിസ്. അതിൽ ഫസ്റ്റ് സെമ്മിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ് 1. ഇനി സെക്കൻഡ് സെമ്മിലേക്കുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ് 2, മൂന്നാമത്തെ സെമസ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ക്രിട്ടിക്കൽ തിങ്കിങ് 3. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഫോർ ജിയോസ്പേഷ്യൽ ഡേറ്റ അനാലിസിസ്. ഇത് പ്രിഫറബിൾ ആയിട്ടുള്ളത് ജിയോഗ്രഫി സ്റ്റുഡൻസിനാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ എലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ്, സെക്കൻഡ് സെമസ്റ്ററിൽ തിയറി ഓഫ് പ്രോബബിലിറ്റി, മൂന്നാമത്തെ സെമസ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. അടുത്തതാണ് ഇക്കണോമിക് സ്റ്റുഡൻസിന് പ്രിഫറബിൾ ആയിട്ടുള്ള മൈനർ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ബേസിക് ഇക്കണോമിക് ഡേറ്റ അനാലിസിസ്. ഫസ്റ്റ് സെമസ്റ്ററിൽ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബേസിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ ആണ്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലുള്ളത് ഡേറ്റ അനാലിസിസ് ഫൗണ്ടേഷൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മൂന്നാമത്തെ സെമസ്റ്ററിൽ പ്രോബബിലിറ്റി തിയറി ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സ്. Next is statistics for business and administration. This is preferable for commerce and business administration students. ആദ്യത്തെ സെമസ്റ്ററിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്ന മൈനറാണ്. ഇനിയിപ്പോൾ രണ്ടാമത്തെ സെമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സ്, മൂന്നാമത്തെ സെമസ്റ്ററിൽ പ്രോബബിലിറ്റി തിയറി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻസ്. ഇക്കണോമിക്സ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള മൈനറാണ് ഡേറ്റ അനാലിസിസ് ഫൗണ്ടേഷൻസ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അതിൻ്റെ സിലബസ് ഞാനിവിടെ കാണിക്കാം. ഇത് കുറച്ച് ഈസി ആയിട്ടുള്ളൊരു മൈനറാണ്. ഈ മൈനറിൽ മെയിൻലി 5 മൊഡ്യൂൾസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ടൈം സീരീസ് അനാലിസിസ് ആണ്. ടൈം സീരീസ് അനാലിസിസിൽ നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ കമ്പണൻസ് ആണ്. ടൈം സീരീസിൻ്റെ കമ്പണൻസ്, അഡിറ്റീവ് ആൻഡ് മൾട്ടിപ്ലിക്കേറ്റീവ് മോഡൽസ്, പിന്നെ ട്രെൻഡ് മെഷർ ചെയ്യാൻ ഗ്രാഫിക് മെത്തേഡ്, സെമി ആവറേജ് മെത്തേഡ്, മെത്തേഡ് ഓഫ് മൂവിങ് ആവറേജസ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, സ്ട്രെയിറ്റ് ലൈൻ ട്രെൻഡ്. ഇതൊന്നും പഠിക്കാൻ പാടുള്ള ഏരിയാസ് അല്ല. ഇതൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലങ്ങനെ പാടുള്ള ഇക്വേഷൻസ് ഒന്നുമില്ല. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. ഇൻഡെക്സ് നമ്പേഴ്സിൽ ഇതിലും കുറച്ച് തിയറി പഠിക്കാനുണ്ട്, പിന്നെ കുറേ ഇക്വേഷൻസ് ആണുള്ളത്. ആദ്യത്തെ പാർട്ടിൽ വരുന്നത് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും, പിന്നെ യൂസസ്, ടൈപ്സ്,
ആൻഡ് പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതിൽ പ്രോബ്ലം ഏരിയാസ് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ ഇൻഡെക്സ് നമ്പേഴ്സ് എന്നും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്നുമാണ്. ഇതിൽ ലോജിക് ഉപയോഗിച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഒന്നും ഇല്ല. കുറച്ച് ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. പിന്നെ ഇതിലെ ലാസ്റ്റ് ടോപ്പിക് ടെസ്റ്റ് ഫോർ ആൻ ഇൻഡെക്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ ടൈം ആൻഡ് ഫാക്ടർ റിവേഴ്സൽ ടെസ്റ്റ്. ഇതിലും കുറച്ച് തിയറിയും കുറച്ച് പ്രോബ്ലം ഏരിയ ആണ് പഠിക്കാനുള്ളത്. ഇതും വലിയ ഡിഫിക്കൽട്ട് അല്ലാത്തൊരു പോർഷനാണ്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൽ വരുന്നത് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. അതിൽ സ്കാറ്റർ ഡയഗ്രാം, പിന്നെ കോറിലേഷൻ, ടൈപ്സ് ഓഫ് കോറിലേഷനൊക്കെ ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. പിയേഴ്സൺസ് കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ, അവിടെ കുറച്ച് പ്രോബ്ലംസ് ആണ് വരുന്നത്. പിന്നെ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ, അതും പ്രോബ്ലം ഏരിയ ആണ്. സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ വിത്ത് റിപ്പീറ്റഡ് റാങ്ക്സ്, അതും പ്രോബ്ലമാണ്. റിഗ്രഷൻ, ലീനിയർ റിഗ്രഷൻ, പ്രോപ്പർട്ടീസ് ഓഫ് റിഗ്രഷൻ ലൈൻസ്. അപ്പോൾ ഇത് കൂടുതലും പ്രോബ്ലംസ് വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ കുറച്ച് തിയറി പാർട്ടും അതിലുണ്ട്. ഇനി നാലാമത്തെ മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ ടു ആർ പ്രോഗ്രാമിംഗ് ആണ് പഠിക്കുന്നത്. അതിൽ ആർ പ്രോഗ്രാമിങ്ങിൻ്റെ ഇൻസ്റ്റലേഷനും ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ആറിൻ്റെ പ്രിലിമിനറീസ് പഠിക്കാനുണ്ട്. മെത്തേഡ്സ് ഓഫ് ഡേറ്റ ഇൻപുട്ട്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ്, ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻസ്, പിന്നെ ഡിസ്ക്രിപ്റ്റീവ് മെഷേഴ്സ്, മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഇനി അഞ്ചാമത്തെ മൊഡ്യൂൾ ഒരു പ്രാക്ടിക്കം ഏരിയ ആണ്. അതായത് നിങ്ങൾ പഠിച്ച ആർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുക, പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ചെയ്യുക. ഇത്രയുമാണ് സിലബസിലുള്ളത്. സിലബസിൻ്റെ കൂടെ തന്നെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്കും കൊടുത്തിട്ടുണ്ട്.